സഹദേവൻ ചേട്ടൻ ഇല്ലാത്ത ഒരു സുഖവും ഇല്ല. അത് സത്യമാ. ആ, നീ പോയ സഹദേവൻ ചേട്ടനെ വിളിച്ചോണ്ട് പോവാ. എന്നാ വേഗം പോയി വിളിച്ചോണ്ട് പോവാ. ചേട്ടോ ചേട്ടോ സഹദേവൻ ചേട്ടോ. എന്താടാ കാര്യം? അല്ല, ഈ സഹദേവൻ ചേട്ടൻ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വന്നതാ. നിനക്ക് നാണമില്ലടാ ചെവി കുണുക്കും വെച്ച് തലയിൽ കിരീടം വെച്ച് ഇങ്ങോട്ട് വരാൻ. മര്യാദക്ക് ഇരിക്കും, നാളെ പഴപ്പിക്കാൻ വന്നിരിക്കുന്നു. അയ്യോ പോക്കോണം. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ. കഴിഞ്ഞ ദിവസം പോലീസുകാർ ചീട്ടുകളിക്കാരെ ഓടിച്ചിട്ട് പിടിച്ചു. 4 ചീട്ടുകളിക്കാർ ആറ്റിൽ ചാടി മരിച്ചു. ഒരാൾ ആറ്റിൽ ചാടി മുങ്ങി മരിച്ചു. കാസർഗോഡ് ജില്ലയിൽ വിഷമദ്യ ദുരന്തം. 40 പേർ വിഷമദ്യം കഴിച്ച് മരിച്ചതായിട്ടാണ് ഇപ്പോൾ കിട്ടിയ വാർത്ത. ശരി, എങ്ങ വന്നാലും മരണം ഇപ്പോൾ മാത്രം. കിട്ടിയ വാർത്തയനുസരിച്ച് പല സ്ഥലങ്ങളിലും ശക്തമായ മഴ രേഖപ്പെടുത്തുന്നു. വാർത്തകൾ കഴിഞ്ഞു. ആകാശവാണി തിരുവനന്തപുരം ആലപ്പുഴ ചലച്ചിത്ര ഗാനങ്ങൾ. ചേട്ടോ ചേട്ടാ ചേട്ടോ, ഇവിടെ ആരുമില്ലേ? ചേട്ടോ ചേട്ടോ, എന്നെ ആരടി വിളിച്ച? നിങ്ങളെ ആര് വിളിക്കാനാ? കേറി പോ മനുഷ്യകത്ത്. എടീലേ, എന്റെ ആണത്വത്തെ ചോദ്യം ചെയ്യില്ല കേട്ടോ. സ്വന്തം കുടുംബം നോക്കാതെ മുഴുവൻ നേരവും മുടിഞ്ഞാറ് ചീട്ടുകളി. മൂത്തങ്ങോട്ട ഒരു കുത്തു കൊടുക്കാൻ തോന്നുന്നു. എന്റെ ക്ലാവർ ഭഗവാനെ, എനിക്ക് ശക്തി തരണേ. അതെ, ഒരു 50 രൂപ വരൂ. എന്നാ? എന്തിനാ? ചീട്ട് കളിക്കാൻ. എടോ മനുഷ്യന് ഇവിടുത്തെ കാര്യത്തെ കുറിച്ച് വല്ല ചിന്തയുണ്ടോ? പിള്ളേർക്ക് സ്കൂളിൽ പോണം. അല്ല, പുഴയ്ക്ക് അക്കരെ അല്ലേ സ്കൂള്? ഞാനത് ചോദിച്ചോട്ടെ, ഇവിടെ ഒരു വള്ളം ഉണ്ടോ? നീ എന്തിനാ അതൊക്കെ ഇവിടെ പറയുന്നത്? മറിയാമ്മയ്ക്ക് വള്ളമുണ്ട്, ശോശാമ്മയ്ക്ക് വള്ളമുണ്ട്, സുമതിക്ക് വള്ളമുണ്ട്. നമുക്കൊരു വള്ളമുണ്ടോ? എടി, അവർക്കൊക്കെ വള്ളം ഉണ്ടെങ്കിലേ അത് തുഴയുന്ന നാട്ടുകാരാ, അറിയാവോ? അതുകൊണ്ടാണ് ഞാനിവിടെ വള്ളം മേടിക്കാത്തത്. എന്റെ കൂട്ടുകാരത്തിന് ഭർത്താവ് അവക്ക് മേടിച്ചു കൊടുത്ത് എന്ത് സാരിയാന്നറിയാവോ? എന്ത് സാരി? കറുത്ത സാരി. കറുത്ത സാരി? കറുത്ത സാരി. അതെന്താന്നറിയാമോ? അവിടെ ഭർത്താവിന്റെ മുടി മുഴുവൻ കറുപ്പാ. അയ്യോടാ. പിന്നെ ശോശാമ്മയുടെ ഭർത്താവ് അവക്ക് മേടിച്ചു കൊടുത്ത സാരി എന്താന്നറിയാമോ? എന്ത് സാരിയാ? വെളുത്ത സാരി. എന്താ വെളുത്ത സാരി മേടിച്ചു കൊടുത്ത? അവിടെ ഭർത്താവിന്റെ മുടി മുഴുവൻ വെളുപ്പാ. അങ്ങനെയാണ് അപ്പുറത്തെ രായമത്തെ ഉണ്ടും മോളെ. അയ്യോ, അതെന്താ? അവന്റെ തലയിൽ ഒറ്റ മുടി പോലും ഇല്ല, അവൻ കഷണ്ടിയല്ലേ? ഒന്ന് പോന്നേ അവിടുന്ന്. എന്താ പറഞ്ഞാൽ ഒരു തറക്കുത്തരം. ഒന്ന് പൊക്കോണം. ദേ ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ അരിയില്ല, ഉപ്പില്ല, മുളകില്ല, എന്തിന് കത്തിക്കാൻ എണ്ണ പോലും ഇല്ല. ഓ, ഇല്ലാത്ത കാര്യം മുഴുവൻ നീ എന്നോട് പറയും. ഇവിടെ ഉള്ള കാര്യം നീ എന്താ പറയാത്തെ? പിന്നെ എന്നെ ഇവിടെ ഉണ്ടെന്നാ നിങ്ങൾ പറയുന്നത്? ഇവിടെ ഉള്ളത്രയും ദാരിദ്ര്യം ഇവിടെ ഏതെങ്കിലും വീട്ടിൽ നീ കാണിച്ചു തരാവോ? ഉണ്ടോ എവിടെങ്കിലും? അതൊക്കെ പോട്ടെ, നീ ഒരു 50 രൂപ ഇങ്ങോട്ട് തന്നേ. ചീട്ട് കളിക്ക്. നിങ്ങൾക്കറിയാവോ, തെക്കേലെ രമണിയോട് മേടിച്ച 25 രൂപ നിങ്ങൾ കൊടുത്തോ? ഇല്ല. വടക്കേലെ സുമതിയോട് മേടിച്ച 15 രൂപ നിങ്ങൾ കൊടുത്തോ? ഇതൊക്കെ ആര് കൊടുക്കാനാ? അതൊക്കെ ഈ സഹദേവൻ കൊടുക്കും. ഇന്നെന്റെ കയ്യിൽ ഒരു തുറുപ്പൂലാൻ വന്നോട്ടെ, ഈ സകല കടവും ഈ സഹദേവൻ കൊടുക്കും. നിനക്കറിയാവോ? ഓ എന്റെ ദൈവമേ, ഇതിയാന്റെ ഈ മുടിഞ്ഞ ചീട്ടുകളി നിർത്തിയാ മാത്രമേ ഈ കുടുംബം രക്ഷപ്പെടത്തുള്ളൂ. ഈ കുടുംബത്തെ കുറിച്ചൊന്നും പറയണ്ട. നിന്റെ കുടുംബത്തെ കുറിച്ച് ഈ നാട്ടുകാർക്ക് മൊത്തം അറിയാം. അറിയാവോ? എന്തറിയാൻ, ശരിക്ക് കഷ്ടപ്പെട്ട അധ്വാനിച്ച ഞങ്ങൾ ജീവിച്ചത്. ഓ, നിന്റെ കഷ്ടപ്പാടും അധ്വാനവും ഒക്കെ എനിക്ക് അറിയാവടി. ദേ മനുഷ്യനെ അനാവശ്യം പറയരുത്. പറഞ്ഞ നീ എന്ത് കൂടി പറഞ്ഞു? നിങ്ങളുടെ ചെപ്പ് കുറ്റി അടിച്ച് പൊട്ടിക്കും ഞാൻ. ആരാ എന്നെ വിളിച്ചാ? വരുന്നേ. ചെപ്പക്കുറ്റി നഷ്ടപ്പെടുത്തുന്ന ഒന്നങ്ങളും രണ്ടങ്ങളും. അയ്യോടാ, അത് പോയല്ലോ. ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ. അച്ചാച്ചോ, എനിക്ക് ഉണ്ടമ്പുഴി മേടിച്ചെടുത്തേ കേട്ടാ മോനെ. എല്ലാം മോനെ, ആ പലിശക്കാരൻ പാണ്ടി ഇപ്പൊ വരുവാടാ. അമ്മ ഇവിടെ ഇല്ലെന്ന് പറഞ്ഞേക്കണം കേട്ടോ. ഞാൻ പറയാവേ, പക്ഷെ എനിക്ക് ഉണ്ടമ്പുഴി മേടിച്ചു തരാം. എന്റെ പൊന്നു മോനെ, ഞാൻ മേടിച്ചു തരത്തില്ലേ? ഒന്നുകളും രണ്ട്. അയ്യോടാ, ഇവരെന്ന് ഞാൻ ചേച്ചി എന്താ? അതെ, നിങ്ങളായിരുന്നു ഒച്ച വെച്ച് കഴിഞ്ഞാൽ അതിലൊക്കെ കിടന്ന് ഉറങ്ങൊന്നും വേണ്ടേ? എന്റെ മോനെ, നിനക്കറിയത്തില്ലേ, ഇവിടുത്തെ അധികം ഒരു പണിക്ക് പോകത്തില്ല. മാത്രമല്ല, ചെലവിന് വെച്ചിരിക്കുന്ന പൈസ എടുത്ത് ചീട്ട് കളിച്ച് കളയുകയും ചെയ്യും. എടാ ചെറുക്ക, നിനക്കറിയാലോ, ഇവിടെയാണെങ്കിൽ ഉപ്പ് തൊട്ട് ചന്ദനത്തിന് വരെ ഇല്ല. ഇപ്പൊ ആ പാണ്ടിക്കാരനും വരും. എന്റെ കയ്യിലാണ് 5 പൈസ ഇല്ല.
അപ്പൊ അതാണ് കാര്യമല്ലേ? ആ ചേച്ചിക്ക് വന്നേ, ആ? ഇങ്ങ് വന്നേ. ആ? അതെ, സത്യം പറയാമല്ലോ, ചേച്ചിക്ക് പറ്റിയ ഭർത്താവല്ല അത്. ഏ ചേച്ചിക്ക് പറ്റിയത് വല്ല മോഹൻലാലോ മമ്മൂട്ടിയാ. എന്നാ ഗ്ലാമറ സുഖമായിട്ട് ജീവിക്കേണ്ട ചേച്ചിയാ. സത്യം പറഞ്ഞ ചേച്ചി സൗന്ദര്യത്തിന്റെ നിറകൂട്ടമല്ലേ. അയ്യോ അവിടെന്ന് എന്റെ ഒരു കാര്യം. അതെ ചേച്ചി, പാണ്ടിക്കാരനെ പറഞ്ഞു വിടുന്ന കാര്യം ഞാൻ ഏറ്റു. ആഹാ അടിപൊളി, അവനെ 100 തവണ പറഞ്ഞു വിടാം. ആണോ? ചേച്ചി ഒരു കാര്യം ചെയ്യണം, പാണ്ടിക്കാരൻ വന്നു കഴിഞ്ഞാൽ ഈ പൊട്ടുമൊക്കെ ഒന്ന് മാറ്റി മുടിയൊക്കെ ഒന്ന് നിവൃത്തി അവൻ കയറി കടന്നു പിടിച്ചായിട്ട് ചേച്ചി അഭിനയിക്കണം. പറഞ്ഞു മനസ്സിലായില്ലേ? അവൻ കടന്നു പിടിച്ചായിട്ട് അഭിനയിക്കണമെന്ന്. ഓ ഓ പിന്നെ ഒരു കാര്യം, നിലവിളിക്കണം. നിലവിളക്കോ? നിലവിളക്കല്ല, നിലവിളിക്കണം. എന്റെ അമ്മോ, എന്റെ അമ്മോ, എന്റെ അത്രേ ഉള്ളോ? അത് ഞാൻ ഏറ്റ്, ആ കാര്യം ഞാൻ ഏറ്റ്. ഞാൻ ഓടി ഇങ്ങി വരും. വരുമല്ലോ. പിന്നെ? എനിക്കതറിഞ്ഞാ മതി. അമ്മാ അമ്മാ, ഒറ്റക്ക് ഉള്ള കാരണം എനിക്കിത് ആരിത് അമ്മാ അമ്മാ അമ്മാ, സെൽവം വന്നാച്ച്. വാ വാ വാ, വേഗം വാ. അമ്മയെ വിളിച്ചേ. അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് പറയാതെ. അമ്മച്ചി ഇവിടെ ഇല്ലെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മച്ചി ഇവിടെ ഉണ്ടേ? ഉണ്ട്. ഉണ്ടോ? പെട്ടെന്ന് വിളിച്ചേ. സെൽവം വന്നെന്ന് പറ. അമ്മച്ചി വിളിച്ച ഉണ്ടുമ്പൊരി മേടിച്ച് തരുവാ. അത് ശരി, നീ ഉണ്ടമ്പരിക്ക് ഇവിടെ നിൽക്കുകയാണോ? ഉണ്ടമ്പരിയൊക്കെ ഞാൻ മേടിച്ചുതരാം, നീ അമ്മയെ കൂപ്പറേ ചെല്ലേ. അമ്മ, അതെ, അമ്മാ, ഉണ്ടുമ്പൊരി മേടിച്ച് തരാം.